ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ ഹീറോയിൻ സാഷ അവൾക്ക് പഠിക്കാനായിട്ട് കാശ് വേണം. ആ കാശ് ഉണ്ടാക്കാനായിട്ട് ബേബി സിറ്റിങ്ങിന് പോവാണ്. അതായത് കുറച്ച് സമയത്തേക്ക് കുട്ടികളെ നോക്കി കൊടുക്കുക. അവരുടെ പാരന്റ്സ് ആ സമയത്ത് വീട്ടിലുണ്ടാവില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഈ സാഷ പോവാണ്. എന്നാൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. അതൊരു സാധാരണ സ്ഥലമല്ല, വളരെ വിചിത്രമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ പെരുമാറുന്നത്. അതായത് വളരെ നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൂട്ടം പിള്ളേര് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇവരങ്ങോട്ട് ഫ്രീസ് ആവും. കുറച്ചു നേരം അനങ്ങുകയില്ല. എന്നാൽ ഒരു ഇത്തിരി നേരം കഴിഞ്ഞാൽ അവര് പിന്നെ മനുഷ്യന്മാരായിരിക്കില്ല. സോംബികളെ പോലെ അങ്ങോട്ടേക്ക് പുതുതായിട്ട് വന്ന ആൾക്കാരെ ഭൂമിയുടെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ഒരുപാട് ഗുഹകളുണ്ട്. എന്തായിരിക്കും ആ സ്ഥലത്തിന്റെ ഭൂമിയുടെ അടിയിൽ ഉണ്ടായിരുന്നത്? മനുഷ്യരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഇവരെ കൊണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇതാണ് നമ്മൾ ഈ കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറി തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കുറച്ചധികം കുട്ടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ക് പീസ് കൊണ്ട് അവിടുത്തെ റോഡിൽ എന്തൊക്കെയോ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ റോഡിലേക്ക് ഭയന്ന് വിറച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ റോഡിൽ ചിത്രം വരയ്ക്കുന്ന ഈ കുട്ടികളെ കണ്ട ആ പെൺകുട്ടി എന്തിനാണെന്നറിയില്ല വല്ലാതെ ഭയപ്പെടുന്നത്. ആ കുട്ടികളും വല്ലാത്തൊരു രീതിയിൽ തന്നെ ആ ഒരു പെണ്ണിനെ നോക്കുന്നുണ്ട്. എന്തായാലും ഭയന്ന് വിറച്ച് ഈ പെൺകുട്ടി സഹായത്തിനായിട്ട് അവിടെ കണ്ട ഒരു വീടിനടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം ആ വീട്ടിന്റെ ഓണർ ഒരു ലേഡിയാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഹായം ചോദിക്കുമ്പോൾ ആ സ്ത്രീയും ഈ പെൺകുട്ടിയെ കണ്ടതുപോലും നടിക്കാതെ വീടിനുള്ളിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ആ കുട്ടികൾ ആ റോട്ടിൽ വരച്ച ചിത്രം എന്താണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. പാർക്കിൽ കുട്ടികൾ കളിക്കുന്ന കറങ്ങുന്ന ഒരു പ്രത്യേക കളിപ്പാട്ടില്ലേ, അതിലൊരു സ്ത്രീ എല്ലാം പൊട്ടി അവരുടെ ശരീരം ഇങ്ങനെ മടങ്ങി ഒട്ടിഞ്ഞ് വളരെ ക്രൂരമായ രീതിയിൽ മരിച്ചു കിടക്കുന്നതാണ് പിള്ളേർ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മളിപ്പോ കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ഭയന്ന് വിറച്ച് ഇപ്പൊ എത്തിയിരിക്കുന്നത് പിള്ളേര് കളിക്കുന്ന ഒരു പാർക്കിന്റെ ഭാഗത്തേക്കാണ്. ഭയന്ന് വിറച്ച് ആരൊക്കെയോ വിളിക്കാൻ വേണ്ടി ഇവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരെയും ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ നേരത്തെ പിള്ളേർ വരച്ച ആ ചിത്രത്തിലുള്ള കളിക്കുന്ന ആ റൈഡ് ഉണ്ടല്ലോ, അതിനടുത്തേക്ക് ഈ പെൺകുട്ടി വന്നു. ഇതേ സമയം തന്നെ കുറച്ച് പിള്ളേർ ഈ പെൺകുട്ടിയെ വളയാണ്. മാത്രമല്ല ക്രൂരമായിട്ട് അവള് മർദ്ദിച്ച് അതിനുള്ളിലേക്കിട്ട് അത് കറക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ഈ പെണ്ണിന്റെ കൈയും കാലും ഇതെല്ലാം പൊട്ടി ഒടിഞ്ഞ് അവസാനം നേരത്തെ എങ്ങനെയാണോ ആ ഒരു പിള്ളേർ ചിത്രം വരച്ചത് അതേ രീതിയിൽ തന്നെ വളരെ ബ്രൂട്ടലായിട്ട് ഈ പെണ്ണ് ഇവിടെ വെച്ച് മരണപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ പിള്ളേർ ആ പെണ്ണിനെ കൊന്നതെന്ന് അറിയില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ മറ്റൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള സാഷ വേഗം തന്നെ റെഡി ആയിട്ട് ഒരു ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. അതായത് ബേബി സിറ്റിംഗ് ആണ് അവളുടെ ജോലി. അച്ഛനും അമ്മയ്ക്കും തിരക്കുണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്ന പരിപാടി. അപ്പൊ അതിനായിട്ട് അവള് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ അച്ഛൻ വിളിച്ചിട്ട് പറയണം, മോളെ ഈ പണിക്കൊന്നും പോകണ്ട, നീ ഇങ്ങോട്ടേക്ക് വന്നേക്ക്, ഞാൻ നിന്നെ നോക്കിക്കോളാം. അപ്പൊ സാഷ പറയണ, അച്ഛനറിയാലോ എനിക്ക് പഠിക്കാൻ പോകണം, നല്ല കാശ് വേണം, അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പറയണം. ഇതേ നേരം തന്നെ അവളുടെ ബ്രദർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേര് മാർക്കോ എന്നാണ്. മാർക്കോ ഇങ്ങനെ ഹോൺ അടിക്കുന്നുണ്ട്, സാഷ ഒന്ന് വേഗം വാ, എനിക്ക് വേഗം പണിക്ക് പോകണം. ആ ചേട്ടാ ഞാനിതാ വരുന്നു പറഞ്ഞിട്ട് സാഷ വേഗം പോയിട്ട് വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ തന്നെ അവളുടെ ചേട്ടന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡാരിയസും ഉണ്ട്. ഈ മാർക്കോയ്ക്കും ഡാരിയസിനും ഈ ഗാർഡനും അതുപോലെ തന്നെ വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ചെറിയൊരു ബിസിനസ്. അങ്ങനെ ഇവർ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. മാത്രമല്ല പോകുന്ന സമയത്ത് നമ്മുടെ സാഷ അവളുടെ അച്ഛൻ കൊടുത്ത കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ സാഷയ്ക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് വന്നു. ഇവിടെ ഒരു വീട്ടിൽ ഏതൊരു കുട്ടിയാണ് അവൾക്ക് നോക്കേണ്ടത്. സാഷ അവിടെ ഇറങ്ങി. അതുപോലെ തന്നെ സാഷയോട് മാർക്കോ പറയണം, മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നാലും, കുറച്ച് അപ്പുറത്താണ് എന്റെ പണി. എന്നാൽ ശരി ചേട്ടൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാർക്കോ അവിടുന്ന് പോവാണ്. അതായത് ഈ സാഷയ്ക്ക് സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരുന്നെല്ലാം കഴിച്ചു, ഒന്ന് ഓക്കെയായി. ഇപ്പോഴാണ് അവൾ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് പ്രാന്തൊന്നുമില്ല കേട്ടാ. ടെൻഷനും വിഷമവും ഇതെല്ലാം വരുമ്പോൾ ചില ആൾക്കാർക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ ചെറിയൊരു പ്രശ്നം, അത്രേ ഉള്ളൂ. ഇതേ നേരം തന്നെ ബേബി സിറ്റിങ്ങിനായിട്ട് പോകേണ്ട ആ ഒരു വീട് അവൾ കണ്ടുപിടിച്ചു. എന്തായാലും ആ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ എങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്നൊക്കെ അവൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വീടിന്റെ ബെൽ അടിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഓണർ ആയിട്ടുള്ള ലേഡി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ഇവരുടെ പേര് ടാനിയ എന്നാണ്. ടാനിയ വേഗം തന്നെ നമ്മുടെ സാഷയെ വെൽക്കം ചെയ്യുന്നുണ്ട്. വീട്ടിന്റെ ഉള്ളിലേക്ക് വരാൻ പറയണം. മാത്രമല്ല കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ടാനിയ പറയണം. പിന്നീട് ടാനിയ പറയണം, ഇന്ന് ഞാൻ നല്ല ബിസിയാണ്, ഞാൻ ഇപ്പോഴൊന്നും എത്തില്ല, അതുകൊണ്ട് ഈ ഒരു ദിവസം എന്റെ മോളെ നന്നായിട്ട് തന്നെ നോക്കണേ. എന്നാൽ ഇതേ നേരത്ത് തന്നെ സാഷ ഒരു നോട്ട്ബുക്കും പേപ്പറും എടുത്തിട്ട് ടാനിയോട് ചോദിക്കണം, മാഡം നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തൊക്കെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ആ വിവരങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഷ ചോദിച്ചപ്പോൾ ടാനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇപ്പൊ ടാനി പറയാണ്, ഓവറായിട്ടുള്ള ചോക്ലേറ്റ്, ഭയങ്കരമായിട്ടുള്ള മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ സോഡ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്റെ മോക്ക് പറ്റില്ല, അലർജിയാണ്. എന്തായാലും നീ എന്റെ മോളെ നന്നായിട്ട് നോക്കുന്നത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം, പുറത്തേക്ക് പോയി ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ കളിക്കണം എന്ന് അവൾ നന്നായിട്ട് വാശി പിടിക്കും. അതിനും സമ്മതിക്കേണ്ട കേട്ടോ. ചില പ്രശ്നങ്ങളുണ്ട്, അവൾക്ക് അലർജി
അലർജിയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇത് പറഞ്ഞ മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന ടാനിയോട് സാഷ ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ല മേഡം, ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങൾ തന്നെയല്ലേ? ഈ കോളേജിലാണ് നിങ്ങൾ പഠിച്ചത്? അതെ, എന്താണ് സാഷ എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ സാഷ പറയണ്, മേഡം അത് പിന്നെ ഇതേ കോളേജിൽ തന്നെയാണ് എനിക്കും അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ ആ ഒരു ഫീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്കൊക്കെ വരുന്നത്. ഇത് കേട്ട സമയത്ത് തന്നെ ടാനി പറയുന്നുണ്ട്, മോള് പേടിക്കേണ്ട കേട്ടോ, എനിക്കറിയാവുന്ന അത്യാവശ്യം നല്ല കമ്പനികളുണ്ട്. അപ്പൊ ആ കമ്പനിയോട് നിന്റെ സ്കോളർഷിപ്പിന്റെ കാര്യം ഞാൻ സംസാരിക്കാം. നീ എന്തായാലും എന്റെ മോളെ നന്നായിട്ടൊന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ നിന്റെ സ്കോളർഷിപ്പ് ഞാൻ ശരിയാക്കി തരാം. ഇതിനുശേഷം ടാനിയുടെ മോളുടെ അടുത്തേക്ക് സാഷയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, കുറേയധികം ബോളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിനിടയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് റോസ്. അപ്പൊ റോസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ടാനി പറയണം, മോളെ ഇന്നൊരു ദിവസം മോളെ നോക്കാൻ പോകുന്നത് ഈ ആന്റിയാണ് കേട്ടോ. അപ്പൊ ആന്റി പറയുന്നതൊക്കെ കേട്ട് ആന്റിയുടെ കൂടെ കുറച്ച് സമയം നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണേ, അമ്മ പോയിട്ട് വേഗം വരാന്ന് പറഞ്ഞിട്ട് റോസിനെ ഇപ്പൊ സാഷയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ടാനിയെ വേഗം തന്നെ അവിടുന്ന് പോവാണ്. ടാനി പോയി കഴിഞ്ഞപ്പോൾ ഈ റോസുമായിട്ടൊന്ന് കമ്പനിയാകാൻ വേണ്ടി സാഷ ഓരോ തമാശകൾ പറയുന്ന സമയത്ത് സാഷയെ വളരെ രൂക്ഷമായിട്ട് തന്നെ റോസ് നോക്കുകയാണ്. അതുപോലെ കയ്യിലുണ്ടായിരുന്ന 2 പന്തും തട്ടിക്കളയുന്നുണ്ട്. ഇപ്പൊ എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ റോസ് കരയാൻ തുടങ്ങുകയാണ്. ഇപ്പൊ റോസിനെ എടുത്ത് സാഷ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ കൊണ്ടിരുത്തി. എന്നിട്ട് പറയണം, മൂക്ക് കഴിയാൻ നല്ല ഭക്ഷണം ആന്റി ഉണ്ടാക്കി തരാട്ടോ. എന്നിട്ട് അതുണ്ടാക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ സാഷയുടെ ബാഗ് നമ്മുടെ റോസ് എടുത്ത് നോക്കുകയാണ്. അതിനുള്ളിൽ സാഷയുടെ കുറച്ചധികം ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ റോസിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷെ അലർജി ഉള്ളതുകൊണ്ട് തിന്നാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ഇത് കണ്ട സാഷ വേഗം വന്ന് ചോക്ലേറ്റ് മേടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയണം, മോളെ മോക്ക് ചോക്ലേറ്റ് അലർജി അല്ലേ, അതുകൊണ്ട് തൽക്കാലം ഇത് കഴിക്കണ്ട, പകരം വേറൊരു സാധനം ആന്റി തരാം. എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടേ എന്റെ ചേട്ടൻ ഉണ്ടാക്കി തന്നാന്ന് പറഞ്ഞിട്ട് ഒരു കളിപ്പാട്ടം ഇപ്പൊ റോസിന് സാഷ എടുത്തു കൊടുക്കുകയാണ്. അതായത് ചരട് പോലെ എന്തോന്ന് വലിച്ച് ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന എന്തോ ഒരു സാധനമാണ്. അപ്പൊ അത് അവൾക്ക് കളിക്കാൻ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് റോസിന് കൊടുക്കുകയാണ്. റോസ് അത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സാഷ പോയപ്പോൾ സാഷയുടെ അടുത്തേക്ക് റോസ് വന്നിട്ട് ഭയങ്കര സങ്കടത്തിലൊരു കാര്യം പറയാണ്. ആന്റി, എന്റെ അമ്മയുണ്ടല്ലോ എന്റെ കൂടെ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യില്ല, എപ്പോഴും തിരക്കാണ്, ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ റോസ് അവളുടെ സങ്കടം പറയുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന റോസിന്റെ ഒരു പാവ കാണാനില്ല എന്ന് അവൾ പറയുന്നത്. അത് മിക്കവാറും ആ ഒരു പാർക്കിലുണ്ടാവും, ഞാൻ അവിടെ മറന്നു വെച്ചതാ, ചേച്ചി നമുക്കതൊന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. എന്ന സാഷ പറയാണ്, പറ്റില്ല മോളെ പുറത്തേക്കൊന്നും വിടരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അമ്മ വന്നിട്ട് നമുക്ക് പോകാന്ന് പറയാണ്. എന്നാൽ കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റോസ് കെഞ്ചി ചോദിക്കുകയാണ്, പ്ലീസ് ചേച്ചി ഒന്ന് വാ ചേച്ചി, പെട്ടെന്ന് പോയിട്ട് നമുക്ക് വേഗം ആ ഒരു പാവ എടുത്തിട്ട് വരാം. അങ്ങനെ അവസാനം സാഷ റോസ് പറയുന്ന കേൾക്കുകയാണ്. എന്തായാലും വേഗം പോയിട്ട് എടുത്തിട്ട് വരുമല്ലോ അല്ലേ? ആ ചേച്ചി വേഗം പോകുന്നു, പാവ എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ സാഷയും റോസും കൂടെ നേരെ ആ പാർക്കിലേക്ക് പോവാണ്. ഈ പാർക്ക് ഏതാന്ന് മനസ്സിലായോ? സിനിമയുടെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയെ കുറേയധികം പിള്ളേര് കൊന്നുകളഞ്ഞില്ലേ, അതേ പാർക്ക് തന്നെയാണത്. പക്ഷെ ആ ലേഡിയെ കൊന്നുകളഞ്ഞ ആ ഒരു പ്രത്യേകതരം റൈഡ് അത് അവിടെ കാണാനില്ല. അതിന് പകരം വെറും മണ്ണ് മാത്രമായിട്ട് കിടക്കണം. എന്തായാലും ആ പാർക്കിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ റോസ് സാക്ഷിയും കൂട്ടി പോകുന്നുണ്ട്. എന്നാൽ പാർക്കിൽ എത്തിയപ്പോൾ റോസിന്റെ സ്വഭാവം മാറുകയാണ്. അവിടെ കുറെ പിള്ളേര് കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ കുറച്ചു നേരം കളിക്കാൻ അവൾക്കും ആഗ്രഹം തോന്നുകയാണ്. ചേച്ചി പ്ലീസ് ഒരു ഇച്ചിരി നേരം ഞാൻ കളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും നോ നോ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ബേബി സിറ്റിങ്ങിന് വന്ന അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ സാഷ പറയണം, മോളെ ഒരു 5 മിനിറ്റ് നീ കളിച്ചിട്ട് വാന്ന് പറയണം. അങ്ങനെ റോസ് ഇപ്പോൾ കളിക്കാൻ വേണ്ടി പോവാണ്. ഇതേ നേരം തന്നെ സാഷ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ നേരം തന്നെ നമ്മുടെ റോസിന്റെ അമ്മ ടാനിയ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത്തിരി നേരം കഴിഞ്ഞു. ഈ സമയത്താണ് സാഷ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ പാർക്കിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളുടെ അമ്മയോ അച്ഛനോ അങ്ങനെ ആരുമില്ല. ഇനിയിപ്പോ അവരുമല്ല, കുട്ടികളെ നോക്കാനായിട്ട് ഇതുപോലെ ബേബി സിറ്റർമാർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെയും ആരെയും ഇവിടെ കാണുന്നില്ല. പക്ഷെ വേറൊരു കാര്യം കാണുന്നുണ്ട്, വലിയ ആളുകൾ ഉപയോഗിക്കുന്ന അവരുടെ ബാഗുകൾ. എന്തായാലും സമയമായി. സാഷ വേഗം തന്നെ റോസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. മോളെ സമയമായി കേട്ടോ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. ഇപ്പൊ റോസ് പറയണ, ചേച്ചി ലാസ്റ്റ് ഇതാ ഈ സ്ലൈഡിംഗ് റൈഡിലും കൂടെ ഒന്ന് കയറിയതിനു ശേഷം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റോസ് എന്താക്കി അതിന് മുകളിൽ നിന്നും താഴേക്ക് ഊരി ഇറങ്ങുകയാണ്. എന്നാൽ അതിന് മുന്നിലേക്ക് സാഷ പോയി നിന്നപ്പോ താഴേക്ക് റോസ് എത്തിയിട്ടില്ല. ഇപ്പൊ എന്താക്കി അതിന്റെ ഉള്ളിലൂടെ നോക്കി, അതിന്റെ ഉള്ളിലും റോസിനെ കാണാനില്ല. സാഷ ആകെ പേടിച്ചുപോയി. മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് സാഷ കണ്ടെയാണ്. പക്ഷെ ഇതിനിടയിൽ അവൾ എവിടെ പോയി? ആകെ ടെൻഷനായിട്ട് അവിടെയൊക്കെ അങ്ങനെ നോക്കി നടക്കുമ്പോൾ റോസിന്റെ പാവ അവിടെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന കാണുകയാണ്. വേഗം തന്നെ ആ ഒരു പാവ എടുത്തു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയോട് റോസിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ എന്താണെന്ന് അറിയില്ല, അനങ്ങാതെ ആ ഒരു പെൺകുട്ടി അങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കവിളിൽ എന്തോ ഒന്ന് കണ്ടപ്പോൾ സാഷ അവളുടെ ആ ഒരു മുടി മാറ്റി നോക്കിയപ്പോൾ കവിളും കഴുത്തും ഇതിന്റെ എല്ലാം ആ ഒരു ഭാഗത്ത് കുമിളകൾ കാണുന്നുണ്ട്, എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നതുപോലെ. അതുപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയെ സാഷ ഒരു നോട്ടം നോക്കുകയാണ്. സാഷ ആകെ പേടിച്ചുപോയി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പിള്ളേരും കുറച്ചുനേരം എല്ലാവരും ഒരേ സമയം ഫ്രീസ് ആയതുപോലെ നിന്നതിന് ശേഷം എല്ലാവരും കൂടെ ഇപ്പൊ സാഷയുടെ അടുത്തേക്ക് വരികയാണ്. സാഷ ആകെ പേടിച്ചുപോയി. അവള് ബേക്കോട്ട് അങ്ങനെ പോവുകയാണ്. പിള്ളേരെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നല്ല പേടിയിലാണ് സാക്ഷി നിൽക്കുന്നത്. പെട്ടെന്നാണ് പിള്ളേരെല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ കമിഴ്ന്നു കിടന്ന് കൈകുത്തി, അതായത് ഈ പ്രേത സിനിമയിലൊക്കെ പ്രേതങ്ങളെ കാണില്ലേ, അതുപോലെ ഈ പിള്ളേർ സാക്ഷിയുടെ അടുത്തേക്ക് വരുന്നത്. പേടിച്ചു പോയ സാക്ഷി ഒന്നും നോക്കിയില്ല, ആ പാർക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ആ പാർക്കിൽ നിന്നും സാക്ഷി പുറത്തേക്ക് ഇറങ്ങിയ പാട് തന്നെ പിള്ളേർ പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്, നോർമൽ ആവുകയാണ്. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ സാക്ഷിയുടെ ഫോണിലേക്ക് റോസ് ഒരു മെസ്സേജ് അയക്കുകയാണ്. ചേച്ചി എനിക്ക് പേടിയാവുന്നു, ഞാൻ എവിടെയോ പെട്ടുപോയി, ഇവിടെ ഫുൾ ഇരുട്ടാണ്, എന്നെ ഒന്ന് വന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുകയാണ്. ആകെ കൺഫ്യൂഷനായ സാക്ഷ
വേഗം തന്നെ ആ ഒരു പാർക്കിലേക്ക് വീണ്ടും വരികയാണ്. പല ഭാഗത്തേക്കും ചെന്ന് നോക്കുന്നുണ്ട്. അവൾ ഒരു താഴേക്ക് ഇറങ്ങി ആ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ വീണ്ടും നോക്കുകയാണ്. എന്നാൽ അവിടെയൊന്നും നമ്മുടെ റോസിനെ കാണുന്നില്ല. എന്നാൽ ഇതേ നേരം തന്നെ പിള്ളേർ നേരത്തേതുപോലെ കുറച്ചു നേരം ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ തലയും വെച്ച് കയ്യും ചൂണ്ടി നേരത്തെ പോലെ തന്നെ സോംബികളെ പോലെ പിള്ളേർ എല്ലാവരും കൂടെ സാക്ഷയുടെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ വന്നിട്ട് സാക്ഷി അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതായത് പാർക്കിന്റെ പുറത്തേക്ക് അവൾ എത്തിയ സമയത്ത് പിള്ളേരെല്ലാവരും പഴയതുപോലെ നോർമൽ ആവുകയാണ്. മാത്രമല്ല അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലേഡിയായിരുന്നു. അവരുടെ പേര് ഫ്രാൻസിസ്ക എന്നാണ്. ഇപ്പൊ ഫ്രാൻസിസ്ക സാക്ഷയോട് പേടിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാണ്. നിന്നെ പോലെയുള്ള ബേബി സിറ്റേഴ്സ് അല്ലെങ്കിൽ സെർവൻസ് ഇവരൊന്നും അങ്ങോട്ടേക്ക് പോവാൻ പാടില്ല, വേണമെങ്കിൽ രക്ഷപ്പെട്ട് ഇവിടുന്ന് ഓടിക്കോ. എന്നാൽ ഒന്നും മനസ്സിലാവാതെ സാക്ഷ അങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു റോഡിൽ റോസ് ഇരിക്കുന്നതാണ്. വേഗം തന്നെ റോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, ചേച്ചി ആകെ പേടിച്ചു പോയിട്ടോ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ഫ്രാൻസിസ്ക വീണ്ടും സാക്ഷയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണ, മോളെ ഞാൻ പറയുന്നത് കേൾക്ക്, നീ രക്ഷപ്പെട്ട് ഇവിടുന്ന് ഓടിക്കോ എന്ന് പറയാണ്. എന്നാൽ സാക്ഷ പറയണ, ഇതെന്റെ ജോലിയാണ്, ഞാനൊരു ബേബി സിറ്ററാണ്, ഈ കുട്ടിയെ ഒന്ന് നോക്കിക്കോളാന്ന് ഞാൻ ഏറ്റെടുത്തയാ, അതുകൊണ്ട് എനിക്ക് എന്റെ ജോലി പൂർത്തിയാക്കിയേ മതിയാവുള്ളൂ. ഇതും പറഞ്ഞ് റോസിനെയും കൂട്ടി സാക്ഷ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ അവൾ ഇരുത്തുന്നുണ്ട്. മോൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാക്ഷ നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സാക്ഷ നോക്കുമ്പോൾ ആ കളിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ റോസ് ഇരിക്കുന്നത് കാണുകയാണ്. സാക്ഷ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് റോസിനോട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ ഇവിടെ അല്ലല്ലോ ഇരുത്തിയത്, ഇത്രയും പെട്ടെന്ന് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്നാൽ റോസ് മറ്റൊരു രീതിയിലാണ് സംസാരിച്ചത്. റോസ് പറയുന്നത്, എന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടെയാ പോയത്? അപ്പൊ തന്നെ സാക്ഷ പറയുന്നുണ്ട്, മോളെന്തിനാ ഈ നുണ പറയുന്നത്? ഇവിടെ നടന്നതൊക്കെ മോക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? ഇതേ നേരത്ത് റോസിന്റെ അമ്മ ടാനിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് റോസിന് എന്തോ വയറുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പൊ ഫോൺ എടുക്കാതെ റോസിന്റെ അടുത്തേക്ക് സാക്ഷ പോയിട്ട് മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ റോസിന്റെ കവിളിലും കഴുത്തിലൊക്കെ ആയിട്ട് ചില കുമിളകൾ സാക്ഷ കാണുന്നുണ്ട്. അതേ നേരം തന്നെ ടാനിയെ വിളിക്കുന്നത് ഇപ്പൊ വീഡിയോ കോളാണ്. ഈ അവസ്ഥയിൽ റോസിനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. അപ്പൊ അതിനു മുന്നേ ആ മുറിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടണം. അങ്ങനെ ഇപ്പൊ റോസിന്റെ കവിളിലെ ആ ഒരു കുമിളകൾ ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് ഈ മുറി ഉണങ്ങിയാൽ ഉണ്ടാവുന്ന ആ ഒരു പാടയുണ്ടല്ലോ ആ പാട സാക്ഷ വലിച്ച് പൊളിച്ചെടുക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ റോസിന് എന്തൊക്കെയോ ചില വിഷ്വൽസ് അവളുടെ മൈൻഡിൽ കാണാൻ പറ്റി. അപ്പൊ തന്നെ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ പിടിച്ച് ആ മുറിയിൽ ഒരു മരുന്നൊക്കെ വെച്ചു കൊടുക്കാന്ന് കരുതിയിട്ട് അവളെ പിടിക്കാനായിട്ട് സാക്ഷയെ നോക്കുകയാണ്. എന്നാൽ പിടി കൊടുക്കാതെ റോസ് അങ്ങനെ ഓടുകയാണ്. റോസും വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം റോസിന്റെ അടുത്തേക്ക് സാക്ഷ വന്നിട്ട് പറയണം, ഓക്കെ മോളെ പേടിക്കണ്ട, ചേച്ചി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, മോൾ ആദ്യം ഒന്ന് കൂൾ ആവുമെന്ന് പറയണം. ഇതേ നേരം തന്നെ സാക്ഷ നോക്കി നിൽക്കെ അവളെ ഞെട്ടിച്ചുകൊണ്ടൊരു കാര്യം സംഭവിക്കുകയാണ്. ഈ റോസിന്റെ കവിളിൽ ഒരു മുറിയും കുമിളയൊക്കെ വന്നെന്ന് പറയുന്നില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാഞ്ഞു പോവാണ്. സാക്ഷ ആകെ ഞെട്ടിപ്പോയി. റോസ് ആണെങ്കിൽ പഴയതുപോലെ തന്നെ വളരെയധികം നോർമലായിട്ട് അതിലൂടെ കളിച്ചങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ സാക്ഷയ്ക്ക് തോന്നുകയാണ്, ഇത്രയും നേരം നടന്നതൊക്കെ വെറും എന്റെ തോന്നലാണോ? ഓൾറെഡി അവൾക്ക് ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അത് കാരണമാണോ ഇത് തോന്നുന്നത് എന്നൊക്കെ സാക്ഷ ചിന്തിക്കുകയാണ്. ഇതേ നേരം തന്നെ പുറത്തുനിന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. സാക്ഷ ചെന്ന് നോക്കിയപ്പോൾ 2-3 പിള്ളേരായിരുന്നു. അപ്പൊ ആ ഒരു പിള്ളേരോട് സാക്ഷ പറയണം, പിള്ളേരെ തിരിച്ചു പോയിക്കോ, ഞാൻ എന്തായാലും വാതിൽ തുറക്കില്ല, അതുപോലെ തന്നെ റോസിനെ കളിക്കാനും വിടില്ല. പിന്നീട് സാക്ഷ വന്നിട്ട് റോസിനോട് പറയണം, മോള് കുറച്ചു നേരം മോളുടെ റൂമിൽ പോയിരിക്കും, ചേച്ചിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. അങ്ങനെ റോസ് അവിടെ നിന്ന് പോയി. ഇതേ നേരം തന്നെ സാക്ഷ അവളുടെ ചേട്ടൻ മാർക്കോയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, ചേട്ടാ എന്താണെന്നറിയില്ല, ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്തോ മാനസിക പ്രശ്നം ഉള്ളതുപോലെ പെട്ടെന്ന് എല്ലാവരും കൂടെ ഫ്രീസ് ആയിട്ട് ഒരു സോംബിയെ പോലെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എന്നാൽ മാർക്കോയ്ക്ക് ഒരു പരിധി വരെ സാക്ഷിയുടെ പ്രശ്നങ്ങൾ അറിയാം. അപ്പൊ മാർക്കോ പറയണം, മോളെ നീ ആദ്യം ഒന്ന് കൂളാവുക, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് പറയാം. ശരിയായിരിക്കും, ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും. ശരി ചേട്ടാ, ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് അവൾ പോകുന്ന സമയത്ത് റോസിന്റെ ആ ഒരു പ്ലേ ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് നോക്കുമ്പോൾ റോസും വേറെ ഒരു 2-3 പിള്ളേരും. സാക്ഷാകെ ഞെട്ടിപ്പോയി. ഞാൻ വാതിൽ തുറന്നു കൊടുക്കാതെ എങ്ങനെയാണ് ഈ പിള്ളേർ ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ റോസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പിള്ളേർ നേരത്തെ ആ ഒരു പാർക്കിൽ നിന്നും എങ്ങനെയാണോ ഫ്രീസായി നിന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രീസായി നിൽക്കുകയാണ്. ഇപ്പൊ സാഷ റോസിന്റെ കൈ പിടിച്ചിട്ട് മോൾക്ക് എന്താ പറ്റിയതെന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പുറത്തേക്ക് വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അനങ്ങുന്നില്ല. പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് അവള്. പെട്ടെന്ന് തന്നെ ഈ പിള്ളേരെല്ലാവരും കൂടെ വന്നിട്ട് ഈ സാഷയെ ഈ പ്ലേ ഏരിയയിലേക്ക് വലിച്ചിടുകയാണ്. മാത്രമല്ല റോസ് പിന്നീട് സാഷ തന്നെ കളിക്കാൻ കൊടുത്ത ആ ഒരു കളിപ്പാട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു ചരട് വലിച്ച് അവളുടെ കഴുത്തിൽ കുരുക്കി അവളിങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഇവിടുത്തെ ആ ഒരു ബോളുകളുണ്ടോ ഈ ബോളുകളൊക്കെ മാറ്റി അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയുടെ ഉള്ളിലേക്ക് സാഷയെ തള്ളിയിടാൻ നോക്കുകയാണ്. സാഷ ആകെ ഞെട്ടിപ്പോയി. എന്താണ് ഇവിടെ നടക്കുന്നത്? അവൾ ആ ഒരു കുഴിയിലേക്ക് നോക്കിയപ്പോൾ സ്ലൈഡ് പോലെ താഴേക്ക് ഇങ്ങനെ ഊരിപ്പോകാനുള്ള ഒരു വലിയ ഹോളാണ്. മാത്രമല്ല ആ ഹോളിന്റെ പല ഭാഗത്തായിട്ടും ഇറച്ചി കഷണം പോലെ ജീവികളുടെ തൊലി പോലെ എന്തൊക്കെയോ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. എന്താണ് ആ കുഴിയെന്ന് പോലും ഇപ്പൊ സാഷയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവള് സകല ധൈര്യം സംഭരിച്ച് ഇപ്പൊ ആ ഒരു പിള്ളേരെല്ലാം തട്ടി മാറ്റി അവിടെ കിട്ടിയ ഒരു കത്രിക എടുത്ത് റോസിന് നേരെ ഒറ്റ വീശും വീശിയിട്ട് ആ കത്രികയുമായിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇതേ നേരത്താണ് ടാനിയ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. ടാനിയ ഇപ്പോ മൂക്കിൽ നിന്ന് രക്തം വരുന്ന സാക്ഷയെ കണ്ട് നിനക്ക് എന്താ പറ്റിയത്, നീ എങ്ങോട്ടേക്ക് ഓടുന്നത് ചോദിച്ചപ്പോ സാക്ഷ പറയണം, നിങ്ങളുടെ മോള് റോസ് അവൾക്ക് എന്താ പ്രാന്താണോ, അവളെന്നെ കൊല്ലാൻ നോക്കി, അവള് നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ? ടാനിയ വേഗം തന്നെ വാതിലടച്ച് വാ, നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സാക്ഷയും കൂട്ടി നേരെ റോസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ എഴുന്നേറ്റ് നിന്ന് റോസ് പറയണ, അമ്മേ ഈ ചേച്ചി കാണിച്ചത് കണ്ടോ,
ദാ എന്റെ വയറ്റിൽ മുറിവായി, ആ കത്രി കൊണ്ട് വീശിയപ്പോൾ മുറിയായതാ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ ദേഷ്യം വന്ന ടാനിയ പറയാണ്, സാഷ നീ എന്തൊക്കെയാ അവിടെ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലേ പുറത്തുള്ള പിള്ളേരെ ഇങ്ങോട്ടേ കയറ്റാൻ പാടില്ലാന്ന്, നീ അങ്ങനെ കയറ്റി, നീ എന്റെ മോളെ കൊല്ലാൻ നോക്കിയല്ലേ എന്ന്. ഇതേ നേരം തന്നെ സാഷ പറയാണ്, ഇല്ല മേഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈ പിള്ളേരാണ് എന്നെ കൊല്ലാൻ നോക്കിയത്. ഇപ്പൊ ടാനി പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട, നീ ഒരു പാവമാണെന്ന് കരുതിയിട്ടാണ് നിനക്കൊരു സ്കോളർഷിപ്പ് എല്ലാം ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞു, ഇനി ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, നീ ആദ്യം പോലീസിനെ വിളിക്കുന്നു പറയാം. അങ്ങനെ പേടിച്ച് ഇപ്പൊ സാഷ പോലീസിനെ വിളിക്കാൻ നിൽക്കുകയാണ്. ഇനി എങ്ങാനും പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളുടെ ലൈഫ് തീർന്നു, അവൾക്ക് കരിയറേ ഉണ്ടാവില്ല. പിന്നെ അവൾ എന്തായാലും പോലീസിനെ വിളിക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് അവിടെ ആ ഒരു താക്കോല് കാണുന്നത്. അവൾ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു, ആ താക്കോലെടുത്തു, വേഗം തന്നെ ഓടിച്ചെന്ന് പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ആ സമയത്തും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു പ്രത്യേക രീതിയിൽ അവൾ അങ്ങനെ നോക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ സാഷ വേഗം തന്നെ മാർക്കോയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ചേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കൂട്ടാൻ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നീട് വല്ലാതെ കരിച്ചു പോയപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുകയാണ്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാനായിട്ട് അവളുടെ അച്ഛൻ കൊടുത്ത ചോക്ലേറ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. ഇതിനുശേഷം മാർക്കോയും ഡാരിയസിനെയും കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കുറച്ച് അപ്പുറത്തുള്ള ഏതൊരു ഗാർഡനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് അവിടെ മുളക്കുന്ന ചെടികൾ അത് മുളക്കാതിരിക്കാനായിട്ട് എന്തോ ഒരു കെമിക്കൽ ഇവർ രണ്ടുപേരും അവിടെ ഫുള്ളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നാച്ചുറൽ കെമിക്കലാണ്. അതെന്താണെന്ന് മാർക്ക് ചോദിച്ചപ്പോൾ ഡാരിയസ് പറയണം, അത് പിന്നെ സോഡയും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു നല്ല മിശ്രിതമാണ്, പക്ഷെ ചെടികളൊന്നും മുളക്കില്ല. അവരവരുടെ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് സാഷ ഓടി വരുന്നത്. സാഷയുടെ ആ ഒരു വരവും അതുപോലെ തന്നെ അവളുടെ ആ ഒരു കോലും ഇതെല്ലാം കണ്ടപ്പോൾ മാർക്കോയും ഒന്ന് പേടിച്ചു പോവാണ്. എന്താ സാഷ നിനക്ക് പറ്റിയത്? അങ്ങനെ സാഷ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മാർക്കോയോട് പറയുന്നുണ്ട്. എന്നാൽ മാർക്കോയ്ക്കും അതുപോലെ തന്നെ ഡാരിയസിനും ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പറയുന്നൊക്കെ സത്യം തന്നെയാണോ എന്ന് അവർ ചോദിക്കുകയാണ്. എന്തായാലും വാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാന്ന് പറയണം. അങ്ങനെ ഇപ്പോൾ മാർക്കോയും ഡാരിയസിനെയും കൂട്ടി സാഷ നേരെ ആ ഒരു പാർക്കിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ഇപ്പൊ പിള്ളേരൊന്നുമില്ല. ഈ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, സാഷ നീ കാണിച്ചത് വലിയ അബദ്ധമായി പോയിട്ടോ, കത്രിക വെച്ച് ആ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ നീ മുറിവാക്കിയില്ലേ, ഇതെങ്ങാനും പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കരിയർ തന്നെ തീർന്നു എന്ന് പറയാണ്. എന്നാൽ ഈ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം സാഷ കാണുന്നത്. അവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർക്ക് ഉണ്ടല്ലോ, ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങനെ താന്ന് പോവുകയാണ്. മാർക്കോ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ തന്നെ സാഷ മാർക്കോയെ വിളിച്ച് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. മാർക്കോയും അത് കണ്ട് ഞെട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ടേക്കായി താന്നു പോകുന്നത്? അവര് വേഗം തന്നെ അവിടുന്ന് തിരിച്ചു പോകണം. മാത്രമല്ല അവര് ജോലി ചെയ്ത ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇവരുടെ കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് ഡാരിയസ് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് പെട്ടെന്ന് വല്ലാത്തൊരു കാറ്റ് അവിടെ വീശുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗത്ത് ചെളി പോലെ വെള്ളം ആവുന്നുണ്ട്. അതിൽ ചവിട്ടിയ ഈ ഡാരിയസ് തെന്നി താഴെ വീഴുകയാണ്. ഇതേ നേരം മണ്ണിനടിയിൽ നിന്നും നേരത്തെ കാണാതായ ഒരു പാർക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ പാർക്ക് ഈ മണ്ണിൽ നിന്നും പതിയെ മുകളിലേക്ക് പൊന്തി വരികയാണ്. അങ്ങനെ പൊന്തി വന്ന ഒരു കമ്പി ഇപ്പോൾ ഡാരിയസിന്റെ മുഖത്തടിച്ച് അവന്റെ മുഖം വരെ മുറിയായി ചോര വരെ വരുന്നുണ്ട്. പക്ഷെ അവന്റെ ജീവനൊന്നും പറ്റിയില്ല കേട്ടോ, രക്ഷപ്പെട്ടു. എന്നാൽ അധിക നേരം കഴിഞ്ഞില്ല. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയ ഡാരിയസിന്റെ ദേഹത്ത് ഇതുപോലെ തന്നെ ഒരു കമ്പി താഴെ നിന്ന് പൊന്തി വന്ന് കുത്തിക്കയറി അവിടെ വെച്ച് ഡാരിയസ് ദാരുണമായിട്ട് തന്നെ മരണപ്പെടുകയാണ്. ഈ കാര്യം ആര് കാണുന്നുണ്ട്? അവിടെ ഉണ്ടായിരുന്ന മാർക്കോ കാണാണ്. അപ്പൊ മാർക്കോ വേഗം തന്നെ അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ പൊന്തി നിന്ന ഒരു ഗ്ലാസ് മാർക്കോയുടെ കാലിൽ കയറുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ മുറിവോ വേദനയോ ഒന്നും നോക്കാതെ ഡാരിയസിനെ രക്ഷപ്പെടുത്താൻ മാർക്കോ ഉള്ളിലേക്ക് ചാടി കയറുകയാണ്. ഇതേ നേരം അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗുഹ പോലത്തെ ആ ഒരു വഴി മാർക്കോയും കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് മാർക്കോ കയറുകയാണ്. എന്നാൽ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടായിരുന്നില്ല അതിന്റെ ചുമര്, ഒരുമാതിരി ഇറച്ചി പോലെ മാംസളമായിട്ടുള്ള ചുമര്. ഉള്ളിൽ എത്തിയപ്പോൾ മാർക്കോ ഒന്ന് പേടിച്ചുപോയി. എന്നാൽ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഇതങ്ങനെ താഴേക്ക് നീണ്ടു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി വന്ന് അവന് അതിന്റെ ഉള്ളിലേക്ക് വലിച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുഹ വിട്ട് അവന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് സാഷ വന്നിട്ട് അവന്റെ കൈക്ക് പിടിക്കുന്നത്. എന്നിട്ട് ഒരു വിധത്തിൽ മാർക്കോയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന മാർക്കോ സാഷയോട് ചോദിക്കുകയാണ്, സാഷ അപ്പൊ നീ പറഞ്ഞതൊക്കെ സത്യമാണല്ലേ, എന്തിവിടെ നടക്കുന്നത്? സാഷ പറയാണ്, ചേട്ടാ എനിക്ക് അറിയില്ല ചേട്ടാ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം, പോലീസിനോട് പോയിട്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവിടെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഊഞ്ഞാല് അത് വന്ന് സാഷയ്ക്കിട്ട് ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ അവൾ തെറിച്ചു പോയി വീണു. മാത്രമല്ല അതിന്റെ ചങ്ങല അവളെ ചുരുട്ടിയെടുത്ത് നേരെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. മാർക്കോ നോക്കിയെങ്കിലും അവനെ കൊണ്ട് സാഷയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പേടിച്ചുപോയ മാർക്കോ വേഗം തന്നെ വണ്ടിയിലേക്ക് ഓടി കയറുകയാണ്. ഭയം കാരണം എന്ത് ചെയ്യണമെന്ന് അവന് തിരിയുന്നില്ല. ഇതേ നേരം തന്നെ സാഷ കഴിക്കുന്ന ചോക്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ ഓർമ്മകൾ വീണ്ടും വരികയാണ്. പെട്ടെന്ന് തന്നെ പാർക്കിലേക്ക് അവൻ തിരിച്ചു പോകുന്നുണ്ട്. അവിടെ ആകെ അവളെ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും സാഷയെ കാണാനില്ല. ദേഷ്യം കാരണം ആ പാർക്കിലുണ്ടായിരുന്ന ഓരോ റൈഡുകളും അവൻ ചവിട്ടി പൊളിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പോലീസിനെ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഇതേ നേരം തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ലേഡി തന്നെയാണ് നേരത്തെ സാഷയോട് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞത്, അതായത് ഫ്രാൻസിസ്ക. അങ്ങനെ ഈ ഫ്രാൻസിസ്കയുടെ അടുത്തേക്ക് നമ്മുടെ മാർക്കോ വരികയാണ്. മാർക്കോ വന്നിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫ്രാൻസിസ്ക പറയാണ്, നിന്റെ പെങ്ങള് താഴേക്ക് പോയില്ലേ, ഇനി അവളെ നോക്കണ്ട, അവളെ ഇനി കിട്ടാൻ പോകുന്നില്ല,
അവൾ മരിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ, നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ആ ആശ്വാസത്തിൽ നീ ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയണം, അല്ലാതെ എന്നെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല മോനെ. ഇപ്പൊ മാർക്ക് പറയണം, നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട, പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ്ക ഒരു തുണിയെടുത്ത് അവിടെ വിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ദാ ഈ തുണിയുടെ പല ഭാഗത്തും ചുവന്ന അടയാളങ്ങൾ കണ്ടോ, ഇതെല്ലാം ഒരു വായയായിട്ട് നീ കരുതണം. അതായത് ഈ ഒരു ഏരിയയുടെ മണ്ണിന്റെ അടിയിലായിട്ട് എന്തോ ഒരു വലിയ മോൺസ്റ്റർ വന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ വായയാണ് ഇതുപോലെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ രൂപപ്പെട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മോൺസ്റ്റർ അതിന്റെ ഇരകളെ പിടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കുട്ടികളെ ഇൻഫെക്ട് ചെയ്യിപ്പിക്കും. പിന്നീട് ആ കുട്ടികളിലൂടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ആൾക്കാരെ ട്രാപ്പിലാക്കി ആ ഗുഹയിലൂടെ ഈ മോൺസ്റ്റർ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സത്യത്തിൽ ആ കുട്ടികൾ പോലും അറിയാതെയാണ് ആ മോൺസ്റ്റർ ആ കുട്ടികളെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ഓരോ പാർക്കുകൾ കാണാതാവുകയും ചെയ്യും, ചിലപ്പോൾ പുതിയത് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഈ പാർക്കുകളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വായും ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളെപ്പോലെ പുറത്തുനിന്ന് വരുന്നവരെയാണ് പ്രധാനമായിട്ടും ആ മോൺസ്റ്റർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനുശേഷം ഫ്രാൻസിസ്ക അവരുടെ ആ ഒരു വീട്ടിലേക്ക് കയറി പോകണം. അവരുടെ പിറകെ തന്നെ മാർക്കോയും പോകുന്നുണ്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ഫോട്ടോയുടെ മുന്നിലും ഓരോ മെഴുകുതിരിയും വെച്ചിട്ടുണ്ട്. പ്രത്യേകതരം പലഹാരങ്ങളും അതിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആരാണെന്ന് ഫ്രാൻസിസ്കയോട് മാർക്ക് ചോദിച്ചപ്പോൾ ഇവിടെ വന്ന് ആ മോൺസ്റ്റർ വിഴുങ്ങിയ ആൾക്കാരാണ് ഇതൊക്കെ. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഇതെല്ലാം കത്തിച്ചു വെച്ചിരിക്കുന്നത്. 40 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് ഈ മോൺസ്റ്റർ അതിന്റെ ആദ്യ ഇരയെ പിടിക്കുന്നത്. അത് മറ്റാരുമല്ല, എന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മേബിളായിരുന്നു. അതാ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് മേബിള്. ശരിക്കും അന്ന് അവളെ എല്ലായിരുന്നു പിടിക്കേണ്ടത്, എന്നെയായിരുന്നു. എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ജോലി ചെയ്യാനായിട്ട് അവള് വന്നു. അവൾ ആ ഒരു മോൺസ്റ്ററിന്റെ കയ്യിലായി പോയി. ഇപ്പൊ മാർക്ക് ചോദിക്കുകയാണ്, ഫ്രാൻസിസ്ക നിങ്ങൾക്കറിയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഇവിടെയുള്ള വേറെ ആർക്കെങ്കിലും അറിയോ? ഫ്രാൻസിസ്ക പറയാണ്, ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും ചെറുപ്പത്തിൽ തന്നെ ആ ഒരു മോൺസ്റ്റർ ഇൻഫെക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വലിയ ആൾക്കാരെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ട് ആ ഒരു മോൺസ്റ്ററിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ടാ തോന്നുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാലും കാണാത്തതുപോലെ അവർ നടക്കുന്നത്. അതുകൊണ്ടോ മോനെ ഞാൻ പറയുന്നത്, നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുകയില്ല, ഇപ്പൊ രക്ഷപ്പെട്ടു പോയിക്കോ. നീ ഇനിയും ഇവിടെ നിന്നാൽ നിനക്കും രക്ഷപ്പെടാൻ പറ്റില്ല, നിന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താനും നിനക്ക് പറ്റില്ല. ഇപ്പൊ ഫ്രാൻസിസ്കയോട് മാർക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്രാൻസിസ്ക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പെണ്ണല്ല സാഷ. എത്ര കഠിനമായ സിറ്റുവേഷൻ വന്നാലും അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു വല്ലാത്തൊരു മനസ്സ് അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ മിക്കവാറും സർവൈവ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. അവളെ രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ. ഇതും പറഞ്ഞിട്ട് മാർക്കോ നേരെ പുറത്തേക്ക് ഇറങ്ങണം. മാത്രമല്ല ഈ ഫ്രാൻസിസ്കയോട് പുറത്ത് വെച്ച് മാർക്കോ സംസാരിക്കുമ്പോൾ അവരുടെ തൊട്ടടുത്ത് തന്നെ പുതുതായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാർക്കോയെ പിടിക്കാൻ തന്നെയാണ് ആ മോൺസ്റ്റർ അങ്ങനെ ഒരു ട്രാപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കിയ മാർക്കോ ഒരു കയറെടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ ആ കയർ കെട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെറിയൊരു പൂള് പോലെ ഒരു സംഭവം കണ്ടോ, അതൊരു പൂളാണെങ്കിലും അതിന്റെ അടിഭാഗത്ത് ഒരു ഹോളായിരിക്കും. അത് മനസ്സിലാക്കിയ മാർക്കോ ഒരു കമ്പെടുത്ത് അത് കുത്തി പൊട്ടിച്ച് ആ കയർ അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് അതുവഴി ആ ഒരു ഗുഹയിലൂടെ അവൻ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് പല വഴിക്ക് പോകുന്ന പലതരം ചെറിയ ചെറിയ ഗുഹകൾ, അതായത് ഇതെല്ലാം ആ ഒരു മോൺസ്റ്റർ ഉണ്ടാക്കി വെച്ചതാണ്. ഇനിയിപ്പോ ആ മോൺസ്റ്ററിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണോ ഇത് എന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കോയ്ക്ക് ആ ഒരു സംശയം മാറി. ഇത് വെറും ഗുഹകളല്ല, ഇത് ശരിക്കും ആ ജീവിയുടെ ശരീരത്തിന്റെ ഉൾഭാഗമാണ്. അതിന്റെ ഞരമ്പുകളാണ് ഈ കാണുന്ന ഓരോ ഗുഹകളും. ശബ്ദമുണ്ടാക്കാതെ അതിന്റെ ഉള്ളിലൂടെ അവൻ പോകുന്ന സമയത്ത് ഒരു 3-4 പേര്, ഇവർക്കൊന്നും യാതൊരു കോൺഷ്യസ്നെസ്സും ഇല്ല, എന്നാൽ അവർ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്. അതായത് ബോളുകൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. ചില ആൾക്കാർ പാർക്കിലേക്ക് വേണ്ട വേറെയും ചില സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഇരകളെ പിടിക്കാനുള്ള പാർക്കുകൾ, ട്രാപ്പുകൾ അവരെ കൊണ്ട് ഈ ജീവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ ഒരു വെള്ളക്കെട്ട് ഇപ്പൊ മാർക്കോ കാണുകയാണ്. എന്നാൽ അത് വെറും ഒരു വെള്ളക്കെട്ടല്ല, അത് ആസിഡാണ്. നമ്മുടെ വയറ്റിലും ഇതുപോലെയുള്ള ആസിഡ് ഉണ്ടാവും, കഴിക്കുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിക്കാനുള്ള ആസിഡ്. ശരിക്കും അവനതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ജീവി പിടിച്ച അതിന്റെ ഇരകളെ ഇതിലിട്ട് ദഹിപ്പിച്ചതിന്റെ അവശിഷ്ടങ്ങൾ അവന് കാണാൻ പറ്റി. അതായത് ജീർണിച്ച മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ. എന്നാൽ ഇതിലൊന്നും ചവിട്ടാതെ അവൻ അതും ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. എന്നാൽ അധികം മുന്നോട്ടേക്ക് പോവേണ്ടി വന്നില്ല. സാഷയെ മാർക്കോയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവളുടെ ബോധം അവളുടെ കയ്യിലില്ല, കോൺഷ്യസ്നെസ് അത് മാറിക്കെടുക്കുകയാണ്. അവളെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു മോൺസ്റ്റർ ആണ്. മുഖത്തും ശരീരത്തും ഇവിടെയെല്ലാം ഇൻഫെക്ഷൻ വന്ന് പൂർണ്ണമായിട്ടും ആ ഒരു മോൺസ്റ്റർ അവളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ ഒരു മോൺസ്റ്ററിന് വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വേണം ഇതിന് കുറേയധികം ഇരകളെ പിടിക്കാനായിട്ട്. എന്നാൽ അവളുടെ ആ ഒരു കോൺഷ്യസ്നെസ് അത് തിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു മാർക്ക് അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതായത് അവളെ എത്ര വിളിച്ചിട്ടും അവൾക്ക് ബോധം വരുന്നില്ല. അവൾ ചെയ്യുന്ന ആ ഒരു പണി തന്നെ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മാർക്കോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ്, അവളുടെ അച്ഛൻ ഉണ്ടാക്കുന്ന ആ ഒരു ചോക്ലേറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ അതെടുത്ത് അവളെ കൊണ്ട് തീറ്റിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഇത് പുറത്തേക്ക് എടുത്ത സമയത്ത് അവന്റെ കയ്യിൽ നിന്ന്
കാരണം അറിയാതെ ചോക്ലേറ്റ് നിന്ന് കുറച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ആ ചോക്ലേറ്റ് താഴെ വീണതും അവിടെ മുഴുവനായിട്ടും ചെറുതായിട്ടൊന്ന് ഇളകുകയാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ് വീണ ഭാഗത്ത് ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാകുന്നുണ്ട്. ആ സെക്കൻഡിൽ മാർക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ജീവിയുടെ ഉൾഭാഗം അല്ലെങ്കിൽ ആ ഒരു ജീവിക്ക് ഈ മധുരോ ചോക്ലേറ്റോ ഇതൊന്നും പറ്റില്ല. എന്തായാലും വേഗം തന്നെ മാർക്കോ സാഷയുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവളെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. അത് കഴിച്ച ഉടനെ തന്നെ അവൾ വല്ലാതെ കിടന്ന് പെടക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എന്നാൽ അതിനുശേഷം അവളുടെ ആ ഒരു ബോധം, കോൺഷ്യസ്നെസ്, അത് അവൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ ബോധം വന്ന സാഷ കാണുന്നത് മാർക്കോയാണല്ലോ. മാർക്കോയെ കണ്ടപാടിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോൾ മാർക്കോ ഒരു കാര്യം പറയുന്നുണ്ട്, സാഷ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഈ ചോക്ലേറ്റുകളാണ്. ഈ ചോക്ലേറ്റ് ഈ ജീവി ഒട്ടും പറ്റില്ല. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ മധുരാണ്, ഈ ചോക്ലേറ്റുകളാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ, ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് സാഷ വന്ന സമയത്ത് ടാനിയ ഒരു കാര്യം പറഞ്ഞില്ലേ, റോസ് മോൾക്ക് മധുരം ചോക്ലേറ്റ് ഇതൊക്കെ അലർജിയാണെന്ന്. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും ആ ഒരു ജീവി കാരണം ഇൻഫെക്റ്റഡ് ആണ്. വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും എല്ലാവരും. സോ മധുരം പരമാവധി ഇവരെല്ലാവരും കഴിക്കാതിരിക്കും, കാരണം ആ ജീവിക്ക് അത് പ്രശ്നം ഉണ്ടാക്കും. എന്തായാലും അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയല്ലോ. അങ്ങനെ സാഷയും മാർക്കയും കൂടെ വന്ന വഴിയിലൂടെ തന്നെ പോകാൻ നിൽക്കുമ്പോൾ അവിടെ ചില കൈകൾ കാണുകയാണ്. അപ്പൊ അതിലൂടെ പോകേണ്ട മറ്റൊരു വഴിയിലൂടെ പോകാമെന്ന് കരുതി ഇവർ പോകുമ്പോൾ അങ്ങോട്ടേക്ക് കുറേയധികം പിള്ളേര് വരികയാണ്. ഇവർക്കൊന്നും ബോധമില്ല. പിള്ളേരെല്ലാവരും കൂടി ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മാർക്കോ കയ്യിൽ കിട്ടിയ ആയുധെടുത്ത് ആ ഒരു കുട്ടികളെ അടിക്കാൻ നിൽക്കുമ്പോൾ സാഷ പറയാണ്, പിള്ളേരൊന്നും ചെയ്യേണ്ട, കാരണം അവരെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ആരും അവരെ കൺട്രോൾ ചെയ്യാണ്. ഈ സമയത്താണ് മറ്റൊരു കാര്യം അവിടെ വെച്ച് ഇവർ കാണുന്നത്. ഒരു കുഞ്ഞി പാർക്ക്. ആ പാർക്കിൽ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീയെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ സ്ത്രീ കൈകൊണ്ട് എന്ത് കാണിക്കുന്നു അതെന്നെ ഈ പിള്ളേര് കാണിക്കും. അവരെന്താണോ കാണിക്കുന്നത് അതാണ് ഈ പിള്ളേര് കാണിക്കുന്നത്. അപ്പൊ സാഷയ്ക്കും മാർക്കോയ്ക്കും ഒരു കാര്യം മനസ്സിലായി, ഇതായിരിക്കും ആ ഒരു മോൺസ്റ്റർ. എന്നാൽ പിന്നീട് ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നപ്പോഴല്ലേ സാഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ സ്ത്രീ ഉണ്ടല്ലോ, വയസ്സായിട്ടുള്ള ഈ സ്ത്രീയെയും കൺട്രോൾ ചെയ്യുന്നത് ആ മോൺസ്റ്റർ ആണ്, ഇവർ ആ മോൺസ്റ്റർ ഒന്നുമല്ല. അപ്പോഴേക്കും മാർക്കോയെ ആ ഒരു പിള്ളേര് വളയാണ്, അവൻ ആക്രമിക്കാൻ നോക്കുകയാണ്. മാത്രമല്ല അവനെ ഇവിടുന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെ സാഷ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് എത്തി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവരെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതാണ് ആ ഒരു മോൺസ്റ്റർ. എന്നിട്ട് അവരെ കൊണ്ടാണ് ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യിക്കുന്നത്. അവരുടെ മുഖത്തെ ആ ഒരു പാടുകളും ഇതെല്ലാം തുടച്ചു കൊടുത്ത് സാഷ ഇപ്പൊ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ കോൺഷ്യസ്നെസ് അത് നിങ്ങൾ തിരിച്ചെടുക്കുക, ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയാം. എന്നാൽ അവർക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇതേ സമയത്താണ് മാർക്കോ ഈ സ്ത്രീയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. പെട്ടെന്ന് അവന് ഓർമ്മ വന്നു, അതെ, ഫ്രാൻസിസ്കയുടെ കൂട്ടുകാരിയായിട്ടുള്ള മേബിൾ. 40 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു മോൺസ്റ്റർ ആദ്യമായിട്ട് കൊണ്ടുപോയ ആള്. സാഷ അവളുടെ പേര് മേബിൾ എന്നാണ്. അവളുടെ പേര് വിളിച്ച് അവളോട് സംസാരിക്കുന്നത് പറയാണ്. അങ്ങനെ സാഷ ഒരു കഷ്ണം ചോക്ലേറ്റ് എടുത്ത് അവരുടെ വായിൽ വെച്ചു കൊടുത്ത്, മേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയെ തിരിച്ചെടുക്കാൻ കഴിയും, പ്ലീസ് ദയവ് ചെയ്ത് ആ ഒരു കുട്ടികളെ രക്ഷപ്പെടുത്തുന്നു പറയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ മേബിൾ ഉണ്ടല്ലോ അനങ്ങാതെ നിൽക്കുകയാണ്. അവരനങ്ങാതെ ആയപ്പോൾ ആ ഒരു പിള്ളേരും അനങ്ങാതെ നിൽക്കുകയാണ്. സോ അവരുടെ കയ്യിൽ നിന്നും ഇപ്പോ മാർക്കോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ മാർക്കോയും സാഷയും കൂടെ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് വന്നു കേട്ടോ. എന്നാൽ അതേ സമയം തന്നെ അവിടെ ട്രാപ്പിലായി കിടക്കുന്ന മേബിൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് അവർ പുറത്തേക്ക് വന്ന ആ വഴിയെല്ലാം അടഞ്ഞു പോവാണ്. പക്ഷേ മാർക്കോയ്ക്കും അതുപോലെ തന്നെ സാഷയ്ക്കും ഇപ്പൊ ആ ഒരു മെയിൻ ഗേറ്റിന്റെ അടുത്തേക്ക് എത്താൻ പറ്റി. മാർക്കോ പറയുന്നത്, സാഷ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം എന്ന് സാഷ പറയാണ്. ചേട്ടൻ എന്താ ഈ പറയുന്നത്, അപ്പൊ ആ ഒരു കുട്ടികളെയോ അവരെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അപ്പൊ മാർക്ക് പറഞ്ഞു, അതൊക്കെ നമ്മുടെ ജോലിയാണോ, പോലീസുകാരോട് പറയാം, അവര് വരട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ അവര് നോക്കിക്കോളും എന്ന് പറയണം. എന്നാൽ സാഷയ്ക്ക് അതിനുള്ള മനസ്സ് വന്നില്ല. അവള് തിരിച്ചു പോവാണ്. ആ ചെറിയ പൂളുണ്ടല്ലോ, ആ പൂള് കുത്തിക്കീറി അതിന്റെ ഉള്ളിൽ ആ ഒരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഓൾറെഡി അതെല്ലാം മൂടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു വഴി അവിടെ ഇല്ല. ആ വഴിയെന്നല്ല ഒരു വഴിയും താഴേക്ക് പോകാനായിട്ട് കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ ഫ്രാൻസിസ്കയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഈ ഫ്രാൻസിസ്ക സാഷയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോവാണ്. മോളെ നീ എങ്ങനെ തിരിച്ചു വന്നത്? നീ ആ ഒരു മോൺസ്റ്ററിന്റെ പിടിയിലായതല്ലേ, താഴേക്ക് പോയതല്ലേ? കഥയുടെ ബാക്കി പറയുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന കഥകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ വളരെയധികം സന്തോഷം. എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം. മാർക്കോ ഇപ്പോൾ സാഷയും കൂട്ടിയിട്ട് ഫ്രാൻസിസ്കയുടെ അടുത്തേക്ക് പോയില്ലേ. എന്നാൽ സാഷയെ കണ്ട ഫ്രാൻസിസ്കോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ആ ഒരു മോൺസ്റ്റർ ആ മണ്ണിനുള്ളിലേക്ക് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഫ്രാൻസിസ്ക വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതാ സാഷ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. അതുപോലെ സാഷ ഒരു കാര്യം പറയുന്നുണ്ട്, അവിടെ പെട്ടവരെ നമുക്ക് എന്തായാലും രക്ഷപ്പെടുത്തണം. എന്നാൽ ഫ്രാൻസിസ്ക പറയണ, വേണ്ട രക്ഷപ്പെട്ടതേ ഭാഗ്യം, ഇനി അങ്ങോട്ടേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്നാൽ ഇപ്പൊ സാഷ പറയണ, നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരിയില്ലേ മേബിൾ, അവരിപ്പോഴും അവിടെ ജീവനോടെ ഉണ്ട്. ദാ അവരുടെ ദേഹത്ത് നിന്ന് ഞാൻ കീറിയെടുത്ത വസ്ത്രത്തിന്റെ കഷ്ണമാണിത് എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഈ ഫ്രാൻസിസ്കക്ക് കാണിച്ചു കൊടുത്തപ്പോ ശരിക്കും ഫ്രാൻസിസ്ക ഞെട്ടിപ്പോവാണ്. കാരണം ഫ്രാൻസിസ്കക്ക് പകരം ഇവിടെ വന്ന് പെട്ടുപോയതാണ് മേബിൾ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വല്ലാത്തൊരു കുറ്റബോധം ഫ്രാൻസിസ്ക
ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ രക്ഷപ്പെടുത്താനായിട്ട് ഫ്രാൻസിസ്ക ശ്രമിക്കുന്നത്. പക്ഷെ മേബിളും ആ ഒരു ജീവി പിടിച്ചു വിഴുങ്ങി എല്ലാവരും അടിയിൽ ജീവനോടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഫ്രാൻസിസ്കയും ഇവരുടെ കൂടെ നിൽക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കുറെ അധികം ചോക്ലേറ്റ്, പഞ്ചസാര, മിഠായി ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇവർ സംഘടിപ്പിച്ച് ഒരു ഒരലിട്ട് ഇടിച്ച് പൊട്ടിച്ച് കുറെ പാത്രത്തിലാക്കി വെക്കാണ്. എന്നിട്ട് ഈ ഫ്രാൻസിസ്ക ഇത് വർക്കാവോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഇവിടെ ഇപ്പൊ തൊട്ട് മുന്നേയായിട്ട് ഒരു പാർക്ക് ഉണ്ടായി വന്നിട്ടില്ലേ, അവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഇല്ലേ, ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഈ പൊടി കൊണ്ടുപോയിട്ട് ഇടുകയാണ്. അതിട്ട പാട് തന്നെ ആ ഭാഗത്തെ വെള്ളം ആകെ കിടന്ന് തിളക്കുകയാണ്. മാത്രമല്ല അവിടെ എന്തോ ഒരു വല്ലാത്തൊരു അനക്കം പോലെ. അതായത് സാഷയും മാർക്കയും പറഞ്ഞതുപോലെ ഈ ഒരു ജീവിക്ക് മധുരം, ഷുഗർ ഇതൊന്നും പറ്റില്ല. അതായത് ഇവരുടെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവും. മാർക്കോയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ബക്കറ്റിൽ ഇതുപോലെ പൊടിച്ച മധുരം എടുത്തു കൊണ്ടുപോയിട്ട് പാർക്കിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി അവൻ ഇടുകയാണ്. ആ മോൺസ്റ്ററിന് തീരെ അതൊന്നും പറ്റുന്നില്ല കേട്ടോ. വല്ലാത്തൊരു ഇളക്കം അവിടെ ഫീൽ ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാഷയും അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കിലേക്ക് ചെന്ന് അവിടെ ഇടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ടാനിയ അതുപോലെ തന്നെ റോസ് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടാനി അങ്ങോട്ടേക്ക് വന്നിട്ട് സാഷയോട് പറയണം, സാഷ ഇവിടെ വെച്ച് നീ കൂടുതലൊന്നും കാണിക്കാൻ നിൽക്കണ്ട, ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. പക്ഷെ എന്റെ മകളോട് മാന്യമായിട്ട് നീ സോറി പറഞ്ഞാൽ ഞാൻ നിന്നെ പോലീസിനെ ഏൽപ്പിക്കില്ല, അല്ലെങ്കിൽ നിന്റെ കരിയർ ഇവിടെ തീരുന്നു പറയാണ്. അങ്ങനെ സാഷ ഇപ്പോൾ ആ ഒരു സ്ലൈഡിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ റോസിനോട് സോറി പറയാണ്. അപ്പൊ ടാനി പറയാണ്, ഏയ് അങ്ങനെ പറഞ്ഞാൽ പോരാ, വളരെ വ്യക്തമായിട്ട് സോറി പറയണമെന്ന് പറയണം. ഇതേ നേരം തന്നെ സാഷ പറയാണ്, മോളെ റോസെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, നിന്റെ അമ്മ നിന്നെ നോക്കാതെ എന്നെ പോലെയുള്ള ബേബി സിറ്റേഴ്സിനെ ഏൽപ്പിച്ച് പോകുന്നുണ്ടല്ലോ. കൊച്ചുകുട്ടിയായിട്ടുള്ള മോളെ ഒരുപാട് സങ്കടപ്പെടുന്നില്ലേ? എന്തായാലും നിന്റെ അമ്മ ചെയ്ത ഈ ചെയ്തിന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട് ടാനിയക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ മാത്രം നീ ആരടി? ഇതും പറഞ്ഞ് ടാനിയ നേരെ നമ്മുടെ സാഷയുടെ അടുത്തേക്ക് വരികയാണ്. സാഷ ഒന്നും നോക്കിയില്ല, നിനക്കൊക്കെ മറുപടി തരേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ആ ബക്കറ്റിലുണ്ടായിരുന്ന ഷുഗേഴ്സ് മുഴുവനും സ്ലൈഡിന്റെ ഉള്ളിലേക്ക് ഇടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് താഴെ ഉണ്ടായിരുന്ന റോസ് അവിടുന്ന് കാണാതായിട്ട് സ്ലൈഡിന്റെ മുൻഭാഗത്തേക്ക് വരികയാണ്. ഒരു വല്ലാത്തൊരു മുഖഭാവമായിരുന്നു ആ സമയത്ത് അവൾക്ക്. എന്തായാലും റോസ് ഇപ്പോ സാഷയുടെ കയ്യിൽ നിന്നും ആ ബക്കറ്റ് വാങ്ങി അതിലെ മധുരം മുഴുവൻ നിലത്ത് കൊട്ടിക്കളയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സാഷ ടാനി വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടോ നിന്റെ മകളെ നോക്കാതെ നീ ഇങ്ങനെ പല ഭാഗത്തേക്കും പോവല്ലേ, അവളുടെ യഥാർത്ഥ മുഖം നീ കണ്ടോ? എന്നാൽ നമ്മുടെ സാഷയ്ക്ക് അറിയാത്തൊരു കാര്യം, ഇവിടെയുള്ള കുട്ടികൾ മാത്രമല്ല, ഇവിടെയുള്ള വലിയ ആൾക്കാർ വരെ ഇൻഫെക്റ്റഡ് ആണ്. ഈ ടാനി അടക്കം ഇൻഫെക്റ്റഡ് ആണ്. അതായത് സാഷ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ടാനിയുടെ മുഖം മാറുകയാണ്. അവരുടെ മുഖത്തും ഇതുപോലെ പെട്ടെന്ന് കുമിളകൾ രൂപപ്പെടുകയാണ്. ചെറിയ പ്രായത്തിലെ ആ ഒരു മോൺസ്റ്റർ ടാനിയെല്ലാം അതിന്റെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. സംഭവം പണിപാളി എന്ന് മനസ്സിലായ സാഷ എന്താക്കി, വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ നേരത്താണ് ബാക്കിയുള്ള പിള്ളേരുടെ പാരന്റ്സും ഇതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെല്ലാവരും ഇൻഫെക്റ്റഡ് ആണ്. അതായത് ഇവിടെയുള്ള എല്ലാവരെയും ആ ഒരു മോൺസ്റ്റർ കൺട്രോൾ ചെയ്യാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് കാണാതാവുന്നവരുടെ വിവരം പുറത്തേക്ക് പോവാത്തതും. അങ്ങനെ എല്ലാവരും കൂടി സാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ വളയാണ്. എന്ത് ചെയ്യണമെന്ന് സാക്ഷിക്ക് ഒരു ഐഡിയ ഇല്ല. പെട്ടെന്നാണ് മാർക്കോയും അതുപോലെ തന്നെ ഫ്രാൻസിസ്കയും അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ കയ്യിൽ ഷുഗർ പൗഡർ ഉണ്ടായിരുന്നു. ഇത് വാരി അവിടെ ഉണ്ടായിരുന്നവരുടെ മേത്തേക്ക് എറിയുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു പൊടി ദേഹത്ത് തട്ടിയതും ഇവരെല്ലാവരും കിട്ടുന്ന പെടയാണ്. ആ ഗ്യാപ്പിന് ഇപ്പൊ മാർക്കോ സാക്ഷിയും കൂട്ടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ പിന്നിലുണ്ടായിരുന്ന ഫ്രാൻസിസ്കയ്ക്ക് വേഗം ഓടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ്കയുടെ കാലിലേക്ക് ഒരു കമ്പി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കുത്തി കയറ്റുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ മാർക്കോ ഫ്രാൻസിസ്കയെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ മാർക്കോയും ഇവരെല്ലാവരും വട്ടം കൂടി പിടിക്കുകയാണ്. മാത്രമല്ല മാർക്കോയുടെ ആ ഒരു വണ്ടിയുടെ അടുത്താണ് സാക്ഷി ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ടാനിയ അതുപോലെ തന്നെ റോസ് ഇവർ രണ്ടുപേരും പാഞ്ഞു വന്ന് അവന്റെ വണ്ടിയിലുണ്ടായിരുന്ന ആ മരുന്നടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അതിന്റെ ഒരു വയറുണ്ട്. ആ വയറ് വെച്ച് സാക്ഷിയുടെ കഴുത്തിലിട്ട് ബലമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാർക്കോയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവിടെ തന്നെ ഒരു സീസൺ ഉണ്ടായിരുന്നു. അതിന്റെ അടിഭാഗത്ത് കുറച്ചധികം ആണികളുണ്ട്. ഈ ആണി വെച്ച് അവന്റെ ദേഹത്ത് വെച്ച് അമർത്തി അവനെ വളരെ ബ്രൂട്ടലായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാർക്കോ അത് കാണുന്നത്. അപ്പൊ തന്നെ മാർക്കോ വിളിച്ചു പറയുന്നുണ്ട്, സാഷ നിന്റെ കഴുത്തിൽ അവർ കുരുക്കിയിരിക്കുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയും വലിച്ചെടുക്ക്, അതിനുള്ളിൽ ആ ഒരു മരുന്ന് അവരുടെ ദേഹത്തേക്ക് അടിക്കുന്നു പറയണം. അതായത് നേരത്തെ ചെടികൾ മുളക്കാതിരിക്കാനായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇവരുണ്ടാക്കിയെടുത്തായിരുന്നു. നമ്മുടെ മാർക്കോയും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡാരീസും കൂടെ. അതിലുണ്ടായിരുന്നത് സോഡയും അതുപോലെ തന്നെ ഷുഗർ സിറപ്പുമാണ്. അപ്പൊ അതെടുത്ത് അടിച്ചു കൊടുക്കാനാണ് സാഷയോട് മാർക്കോ പറയുന്നത്. അപ്പൊ തന്നെ സാഷ അതെടുത്ത് നേരെ ടാനിയുടെ മുഖത്തും അതുപോലെ തന്നെ റോസിന്റെ മുഖത്തേക്കും അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തന്നെ എന്തോ ദേഹത്ത് ചൂടുള്ളത് വീണതുപോലെ ഇവർ രണ്ടും പെടയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇവര് പെടയ്ക്കുന്ന അതേ സമയത്ത് തന്നെ ബാക്കിയുള്ളവരും പെടച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെല്ലാവരും നിയന്ത്രിക്കുന്നത് ഒരു ശക്തിയാണ്. മൈൻഡ് എല്ലാവരുടെയും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് നന്നായിട്ട് എഫക്റ്റ് ആവും. അതുകൊണ്ടാണ് ടാനിയുടെ ദേഹത്തും റോസിന്റെ ദേഹത്തും നല്ല കട്ടിയുള്ള ഷുഗർ സിറപ്പ് ആയ സമയത്ത് ബാക്കിയുള്ളവർ കിടന്ന് പെടയ്ക്കാൻ തുടങ്ങുന്നത്. ആ ഒരു ഗ്യാപ്പിന്
സാഷ എന്ത് ചെയ്തെന്ന് അറിയോ? ആ ഒരു ബാരൽ ഉണ്ടായിരുന്ന നിറച്ചും നല്ല പവറായിട്ടുള്ള സോഡയിൽ മിക്സ് ചെയ്ത ആ ഒരു സോഡ സിറപ്പ്, അതായത് സോഡ ഷുഗർ സിറപ്പ്, ഇത് മുഴുവനായിട്ടും കൊണ്ടുപോയിട്ട് ആ ഒരു സ്ലൈഡിംഗ് റൈഡ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നേരെ പോകുന്നത് ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു മോൺസ്റ്ററിന്റെ വയറ്റിലേക്കാണ്. നല്ല എഫക്റ്റിൽ ഡോസിൽ തന്നെ ഈ കെമിക്കൽ, അതായത് ഷുഗർ താഴേക്ക് പോയതുകൊണ്ട് അത് അതിന്റെ ശരീരത്തെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ അതിന്റെ ജീവൻ നഷ്ടമാകുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മോൺസ്റ്റർ കൺട്രോൾ ചെയ്തു വെച്ച എല്ലാ മനുഷ്യരും ഫ്രീ ആവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഗുഹകൾ വഴി ഓരോരുത്തരും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം ഇവരെവിടെയായിരുന്നു, ഇവർക്ക് എന്താ പറ്റിയത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ആദ്യമായിട്ട് പിടിച്ചു കൊണ്ടുപോയ മേബിളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മേബിളിനെ കണ്ടപാട് തന്നെ ഫ്രാൻസിസ്കോ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവളോട് ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ്. ഇതിനുശേഷം ടാനിയെ കാണിക്കുകയാണ്. ടാനി എങ്ങനെയൊക്കെയോ മകളായിട്ടുള്ള റോസിനെ കണ്ടുപിടിച്ചു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇവർക്ക് എന്തായിരുന്നു ഇത്രയും നാളും സംഭവിച്ചതെന്ന്. എപ്പോഴും ഇവർക്ക് ബോധം നഷ്ടമാകില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ജീവി ഇവരെ കൺട്രോൾ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇപ്പൊ ടാനിയ റോസിനോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇതിന്റെ ആ ഒരു ബേബി സിറ്റർ എവിടെ? ഈ സമയത്ത് റോസ് പറയാണ്, അമ്മേ എനിക്കിനി ബേബി സിറ്റർ വേണ്ട അമ്മേ, അമ്മ എന്റെ കൂടെ ഉണ്ടായാൽ മതി അമ്മേ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇത് കേട്ടപാട് തന്നെ മകളെ കെട്ടിപ്പിടിച്ച ടാനി പറയാണ്, ഇല്ല മോളെ, ഒരിക്കലും ഇനി നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ എവിടെയും പോവില്ല, നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതേ സമയം തന്നെ പരിക്ക് പറ്റിയ മാർക്കോയും കൂട്ടിയിട്ട് സാഷ നേരെ വണ്ടിയിലേക്ക് പോവാണ്. എന്നിട്ട് ആ വണ്ടി ഓടിച്ച് അവൾ ഈ സ്ഥലത്ത് നിന്നും പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ പറയാം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.